മുസ്ലിം ലീഗിന്റെ വയനാട്ടിലെ ടൗൺഷിപ്പ് ഭൂമിക്കെതിരെ മേപ്പാടി പഞ്ചായത്തിന്റെ നോട്ടീസ്. ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നോട്ടീസിൽ പറയുന്നു. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നും നിർദ്ദേശം. ജോഷില ചേരുകയാണ്. ജോഷില, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ പറയുന്നത്? വിശദാംശങ്ങൾ. ഷമി, മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന നിർമ്മാണ അനുമതിയില്ലാത്ത ഭൂമി, അതായത് തൃക്കൈപ്പറ്റയിലെ ഭൂമി വീണ്ടും വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിർമ്മാണ അനുമതി ഇല്ലാതെ തന്നെ നിർമ്മാണം തുടങ്ങി എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. മാത്രം മുസ്ലിം ലീഗിന്റെ വയനാട്ടിലെ ടൗൺഷിപ്പ് ഭൂമിക്കെതിരെ മേപ്പാടി പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നോട്ടീസിൽ പറയുന്നു. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ് കത്ത് നൽകിയത്. ജോഷില തുടരുകയാണ്. ജോഷില, ലീഗ് തൃക്കൈപ്പറ്റയിൽ ആരംഭിക്കുന്ന വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ മേപ്പാടി പഞ്ചായത്താണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ലീഗിന് നൽകിയിരിക്കുന്നത്. മുണ്ടക്കൈ പുനരധിവാസ ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധം ആണ് എന്നുള്ളതാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നും നോട്ടീസിലുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ 7 സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് പ്രസ്തുത സ്ഥലത്ത് എടുത്തതായും നോട്ടീസിൽ പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം 7 സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എടുത്തിരിക്കുന്നത് 2 വർഷം മുൻപ് കെട്ടിട നിർമ്മാണ അനുമതി ലഭിക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്കായി സർക്കാർ ഈസിയായി ഈ നിർമ്മാണ അനുമതി ലഭിക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഉത്തരവാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വീട് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. 300 m² വരെയുള്ള വാസഗൃഹങ്ങൾക്ക് കെട്ടിട നിർമ്മാണ അനുമതിക്കായി പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ വരേണ്ടതില്ലെന്നും അത് പ്ലാൻ ഉണ്ടാക്കിയ എഞ്ചിനീയർക്ക് തന്നെ ഇത്തരത്തിൽ സെൽഫ് സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ആ രീതിയിലാണ് ഓരോ വീട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ലീഗ് ഇത്തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം പഞ്ചായത്ത് സെക്രട്ടറിക്കടക്കം ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതർ ഇന്ന് അവിടെ ഇന്ന് തൃക്കൈപ്പറ്റയിലെ ഭൂമി സന്ദർശിക്കും. ഈ ലൈസൻസി അഥവാ എഞ്ചിനീയർ പ്ലാൻ വരച്ച ആൾക്ക് സ്വയം സർട്ടിഫൈഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എന്നാണെങ്കിൽ പോലും പഞ്ചായത്തിൽ പ്ലോട്ട് കമ്മീഷൻ ഡിവിഷൻ അപ്രൂവൽ അനുമതി കംപ്ലീറ്റ് ചെയ്താലേ ഇത്തരത്തിൽ പോലും സെൽഫ് സർട്ടിഫൈഡ് ചെയ്ത് പ്ലാൻ വരച്ച ആൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതർ ഇന്ന് ഈ ഭൂമി സന്ദർശിക്കുകയും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേ ഉത്തരവുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഷമി, ജോഷില, എത്ര ദിവസത്തിനകം ലീഗ് ഇത് സംബന്ധിച്ച് മറുപടി നൽകണം? 2, ഇത്തരത്തിൽ നിയമവിരുദ്ധമായി നിർമ്മാണം തുടങ്ങുകയും പിന്നീട് അത് സ്റ്റേ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഇരവാദവുമായി മുസ്ലിം ലീഗ് രംഗത്തിറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുമോ? വലിയ വില കൊടുത്ത് തോട്ടഭൂമി വാങ്ങി ആളുകളെ അടക്കം ദുരന്ത ബാധിതരെ അടക്കം വഞ്ചിക്കുന്ന രീതിയിലേക്കാണ് ലീഗ് പോയിട്ടുള്ളത്. അതൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് എന്തോ സർക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ ഇതിനെതിരായി നിൽക്കുകയാണ്, ദുരന്ത ബാധിതർക്ക് എതിരായി നിൽക്കുകയാണ് എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട്, ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും നിർമ്മാണം തുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ലീഗ് പോയിരുന്നു. ഇതിന്റെയൊക്കെ അനന്തരഫലം എന്താണെന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഈ ദുരന്ത ബാധിതരെ കൊണ്ടുപോയി ഒരു കെണിയിൽ വീഴ്ത്തുന്ന അവസ്ഥയിലേക്ക് ലീഗ് പോകുന്നു. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്നാൽ ലീഗ് വീണ്ടും നിർമ്മാണ അനുമതി ഇല്ലാത്ത സ്ഥലത്ത് നിർമ്മാണ അനുമതി, പഞ്ചായത്തിന്റെ അനുമതി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വീട് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാനായി, മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാനായി ഇവിടെ സന്ദർശിക്കും. അതിനു മുമ്പ് തന്നെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കേണ്ടത് ഇപ്പോഴല്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പൂർത്തിയായി മാത്രമേ, പ്ലോട്ട് സബ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കും മുൻപ് പെർമിറ്റ് എടുത്തു എന്നുള്ളത് പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും കംപ്ലീഷൻ റിപ്പോർട്ട് നൽകണം. അതുപോലെ തന്നെ അതിനുശേഷം നിർമ്മാണ അനുമതി അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സ്ഥിതിക്ക് അവിടെ സ്റ്റേ ഓർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഷമി.